ഹായ്, ഇന്നും ഒരു യാത്രയിലാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എവിടെ പോവാന്ന്. ഞാനും തീരുമാനിച്ചിട്ടൊന്നുമില്ല എങ്ങോട്ടാന്ന്. വെറുതെ വീട്ടിലിരുന്നപ്പം ചുമ്മാ ഇറങ്ങാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അങ്ങനെ കുറച്ച് വന്നപ്പോൾ തീരുമാനിച്ചു എന്നാൽ തൊടുപുഴ പിടിക്കാമെന്ന്. അപ്പോൾ ഇത് തൊടുപുഴ റൂട്ടാണ് കേട്ടോ. തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറം പോകുന്ന റൂട്ട്. കണ്ടിട്ടിതൊരു ഫോറസ്റ്റ് ഏരിയ എന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ ഇരിക്കുന്നു. നല്ല സ്ഥലമല്ലേ. തേക്കും തോട്ടമാണെന്ന് തോന്നുന്നു രണ്ട് സൈഡിലും. യാത്ര ചെയ്യാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. എനിക്ക് പോകണമെന്ന് കാണണമെന്നും ആഗ്രഹമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട്. ഇന്ന് ഞാൻ ഈ റൂട്ടിൽ പോയ വഴിക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ടു. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കാഴ്ച. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേരോ ലൊക്കേഷനോ ഒന്നും എനിക്കറിയില്ല. ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഇവിടെയെങ്ങും ഒരു മനുഷ്യനെ പോലും കണ്ടില്ല. നിങ്ങളാരെങ്കിലും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം ഏതാണെന്നറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തൊക്കെയായാലും എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ വീട് ഇവിടെ അടുത്തെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഡെയിലി ഇവിടെ വന്നിരുന്നേനെ. അത്രയ്ക്ക് നല്ലൊരു ലൊക്കേഷനായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഈ ഒരു ടൈമാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വരാൻ നല്ലതല്ലേ. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ കരകവിഞ്ഞൊഴിക്കാൻ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ഇതുപോലെയുള്ള അടിപൊളി സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ പറയണം കേട്ടോ, എനിക്കും കാണാമല്ലോ. ഞാൻ വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തത് വിചാരിച്ച പോലെ ക്ലിയർ ആയില്ല. ഈ വെള്ളം ഒഴുകുന്ന സൗണ്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായേനെ അല്ലേ. എന്ത് ചെയ്യാം, ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് കലപിലാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ എൻ്റെ സൗണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? കാടും പുഴയും മലയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ശരിക്കും ഈ പാറയിൽ കൂടെ അങ്ങേയറ്റം വരെ ഒന്ന് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ധൈര്യം വന്നില്ല. നമുക്കറിയില്ലല്ലോ ഇതിന് എന്തുമാത്രം ആഴമുണ്ട്, ഒഴുക്കുണ്ടോ, തെന്നലുണ്ടോ എന്നൊന്നും. അതുകൊണ്ട് പോയില്ല. എനിക്ക് ശരിക്കും ഇവിടുന്ന് തിരിച്ചു പോകാനേ തോന്നില്ലായിരുന്നു. ഞാൻ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് പോകുന്നത്. ശരിക്കും നമ്മൾ യാത്രകളൊക്കെ പോകുമ്പം പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യാതെ പോകുന്നതല്ലേ നല്ലത്. നമ്മൾ വെൽ പ്ലാൻ ചെയ്ത് ഇന്ന സമയത്ത് ഇന്നടുത്ത് ചെല്ലണം, ആ സമയം അവിടെ കവർ ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കറക്റ്റ് ആസ്വദിച്ച് പോരാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവിടെ വരെയും വന്നിട്ട് വെള്ളത്തിലിറങ്ങാതെ എങ്ങനെയാണ് പോരുക? അതുകൊണ്ട് ഞാൻ പതുക്കെ ധൈര്യം സംഭരിച്ച് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇനി പതുക്കെ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോയാലോ? പിന്നെ ഈ സ്ഥലം നമുക്ക് റോഡിൽ കൂടെ വണ്ടിയിൽ പോകുമ്പം കാണാം കേട്ടോ. ഈ റൂട്ടിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.